ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡെസ്ക് ഡെക്യൂർ, ഹോം ഡെക്യൂർ, വാൾ ഡെക്യൂർ പോലത്തെ ഒരു സാധനമായിട്ടാണ്. എൻ്റെ സാധനം എന്ന് വെച്ചാൽ കറക്റ്റായി പറയില്ല, ഡെസ്ക് ഡെക്യൂർ പോലത്തെ വാൾ ഡെക്യൂർ പോലത്തെ ഒരു ഹോം ഡെക്യൂറാണ്. അപ്പോൾ അതിന് വേണ്ടത് ആദ്യം ഒരു കാർഡ്ബോർഡ്, പിന്നെ ഗ്ലൂ, പിന്നെ ഒരു പാത്രത്തിൽ പേപ്പർ കുതിർത്ത് വെക്കുക. അതിന് ശേഷം ഒരു പെയിൻറ്റാണ് വേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. ഞാനിവിടെ ബ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം, പർപ്പിൾ, പിങ്ക്, ഏത് വേണമെങ്കിലും എടുക്കാം. ഈ വെള്ളം കുതിർത്ത് കുറച്ച് ഒരു 1 hour കുതിർത്ത് വെക്കുക. ഈ പേപ്പർ അല്ലെ ടിഷ്യൂ ആയാലും മതി. ടിഷ്യൂ 1 hour വേണ്ട, 1/2 hour ഒക്കെ മതിയായിരിക്കും. നിങ്ങൾക്ക് നോക്കാം. ഞാനൊരു 1 hour വെച്ചത്. നിങ്ങൾ കുറച്ച് കൂടുതൽ വെള്ളം വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതാക്കാം. പിന്നെ ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നത് എൻ്റെ ആഷ്നിയാണ്, എൻ്റെ ഉണ്ണിയാണ്. ഞാൻ അതാക്കാം ഇതാക്കാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അതിന് ശേഷം ഈ പെയിൻറ്റ് എടുത്തിട്ട് ഈ പേപ്പറിലേക്ക് ഒഴിക്കുക. നമ്മൾ ഈ പേപ്പർ നേരത്തെ കുതിർത്ത് വെച്ചിട്ട് ഇത്തിരി ഒന്ന് പൊട്ടിച്ചിടുകയൊക്കെ വേണം. അല്ല, ചളിപ്പിളി അതേപോലെ ആവണം, ആ കൺസിസ്റ്റൻസി ആവണം. എന്നിട്ട് ഈ പെയിൻറ്റ് ഈ കൺസിസ്റ്റൻസിയിലേക്ക് നേരെ എടുത്ത് വയ്ക്കരുത്. അതിൻ്റെ വെള്ളം ഊറ്റിയിട്ട് കുറച്ച് എടുത്ത് വെച്ചിട്ട് ആ എടുത്ത് വെച്ചേക്ക് വേണം പെയിൻറ്റ് ഇടാൻ. എല്ലാം കൂടി ഇടരുത്. അപ്പോൾ നമ്മൾ കുറച്ച് എടുത്ത് വെച്ചിട്ട് ഇടുക. അതിന് ശേഷം ഞാൻ നേരത്തെ കാണിച്ചിരുന്ന കാർഡ്ബോർഡ് ഉണ്ടല്ലോ, ആ കാർഡ്ബോർഡ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ഞാൻ പിന്നെ ഒരു മണ്ടത്തരം ചെയ്തത്, ഞാൻ ഒഴിക്കുന്ന പോലെ ആരും ഈ ഗ്ലൂ എടുത്തിട്ട് ഈ പേപ്പറിലേക്ക് ഒഴിക്കരുത്. പൊട്ടത്തരാണ്. പിന്നെ ഗ്ലൂ തീരുകയെന്നല്ലാതെ വേറൊന്നും ഇതാവില്ല. ഞാൻ ഒരു വീഡിയോയിൽ കണ്ടു, ഈ ഗ്ലൂ ഒഴിച്ചാൽ ഒട്ടുന്ന്. ഞാനൊരു മണ്ടത്തരം ചെയ്തോയി. ഞാൻ ഈ വെള്ളം ഫുള്ള് ഊറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഇത്തിരി വെള്ളം ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ നിങ്ങൾ ഫുള്ള് വെള്ളം ഊറ്റിയതിന് ശേഷം മാത്രമേ നിങ്ങൾ പെയിൻറ്റും ഒക്കെ ഇതാക്കുള്ളൂ. പെയിൻറ്റ് അതിന് മുമ്പേ ഒഴിച്ചാൽ നിങ്ങൾക്ക് ആ വെള്ളത്തിൽ ബ്ലൂ ഇങ്ങനെ കളറായി നിൽക്കും, ഒരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ ഈ വെള്ളം ഊറ്റിയില്ലേ പണി കിട്ടും. അപ്പോൾ വെള്ളം ഊറ്റാതാക്കരുത്. എന്നിട്ട് ഈ കാർഡ്ബോർഡ് വെച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ള എന്താണെന്ന് വെച്ചാൽ വരയ്ക്കുക. ഞാൻ വരച്ചത് നിങ്ങൾക്ക് കാണുന്നുണ്ടായിരുന്നില്ല. ഇത് വരച്ചതിൻ്റെ ശേഷം ഞാൻ ചെയ്ത് വന്നപ്പോൾ കൊളായിപ്പോയി. എന്നാലും ഒരു ലൈക്കൊക്കെ തരണേ. അപ്പോൾ ഈ കാർഡ്ബോർഡിൽ നമ്മൾ വരച്ചതിന് ശേഷം വരച്ചതിൻ്റെ മുകളിൽ ഇത്തിരി ഗ്ലൂ ഇതാക്കുക. എന്നിട്ട് ഈ പെറ്റൽസ് ഉണ്ടല്ലോ, ഇതളിൽ എനിക്ക് ക്യാമറ ഞാൻ കാണിച്ചു തരാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇനി മുതൽ പറ്റുന്ന പോലെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഈ ഞാൻ ബ്ലൂ ആണ് ഇത്തിരി എടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ഈ കളറ് ചേർത്തതിൽ പെറ്റൽസുമ്മ കൊടുക്കുക. ബാക്കിയുള്ളിടത്ത് ആ വൈറ്റാണ് കൊടുക്കാനുള്ളത്. വൈറ്റായിട്ടിരിക്കുന്നതാണ് കൊടുക്കാൻ ഉള്ളത്. നിങ്ങൾ വേണമെങ്കിൽ കളർ പേപ്പർ ഇതാക്കിക്കോ. കളർ പേപ്പർ ഇതാക്കിയിട്ട് കൊളായിട്ടുണ്ട്. കൊളാവുമോ എന്നറിയില്ല, കാരണം ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുള്ളൂ. ഞാൻ പറയുന്നത് വേണമെങ്കിൽ ഇങ്ങനത്തെ പേപ്പറിൽ ഇട്ടിട്ട് കളർ കൊടുത്താൽ മതി എന്നാണ്. ഇനി പെയിൻറ്റ് ഇല്ലാത്തവരാണ് വേണമെങ്കിൽ ചെയ്ത് നോക്കി, എനിക്കറിയില്ല. അപ്പം നമ്മൾ ഈ പെറ്റൽസിൻ്റെ മുകളിലൊക്കെ ഫുള്ള് കൊടുക്കുക. അതിൻ്റെ നടുക്കെ വൈറ്റ് കൊടുക്കുക. അങ്ങനെ ഫുള്ള് നമ്മൾ കൊടുക്കുക കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ വരച്ച് ഇവിടെ എത്തി. അപ്പം നമ്മൾ വരച്ചല്ലോ നേരത്തെ, ആ വരച്ചതിൻ്റെ പൂവോ എന്തായിട്ട് വരച്ചതിൻ്റെ പൂവാണ് വരച്ചെങ്കിൽ അതിൻ്റെ പെറ്റൽസുമ്മ അപ്പം നമ്മൾ ഈ ഗ്ലൂ ആക്കുക ഈ പെറ്റൽസിൻ്റെ മുകളിൽ.
അതിന് ശേഷം ആ ബ്ലൂ കളറിലുള്ളത് ആക്കുക. ബ്ലൂ കളറിലുള്ളത് അതിൻ്റെ മുകളിൽ ആക്കുക. ഇപ്പം ഞാൻ നല്ലപോലെ നിങ്ങൾക്ക് കാണിച്ചു തന്നപ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുക. അപ്പം നിങ്ങൾ വിചാരിക്കും എന്താ എത്ര നേരം കാണിക്കാമായിരുന്നെന്ന്. പറ്റുന്നുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് ക്യാമറ പിടിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് അങ്ങനെ നമ്മൾ പുറത്തൊക്കെ ഇങ്ങനെ ഇതാക്കും. എന്നിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ തരണം. കൊളായ ഞാൻ ചെയ്തത് ഇഷ്ടപ്പെട്ടോ.